ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിനു ജേക്കബ്, മാമോദീസ പേര് മാത്യു. ഞാൻ പാലാരൂപതയിൽ സെൻറ് തോമസ് കത്തീഡ്രൽ ഇടവാംഗമാണ്. കുടുംബജീവിതം നയിക്കുന്നു. ജീവിതപങ്കാളി ജൂബി, മക്കള് 6 മക്കള്. മൂത്ത ആൺകുട്ടി +1 പഠിക്കുന്നു. ഇളയ ആൻതെരേസ LKG പഠിക്കുന്നു. ഞാൻ ബിൽഡിങ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നു. കോൺട്രാക്ടറായിട്ട് ജോലി ചെയ്യുന്നു. പാലാ കരിസ്മാറ്റിക് സോണിൻ്റെ സെക്രട്ടറി ആയിട്ട് ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചു. ജപമാലയിൽ ഞങ്ങൾ 3 മക്കൾ, പപ്പായും മമ്മിയും. കുടുംബ പ്രാർത്ഥനയിൽ മുട്ടുമേൽ നിന്ന് ജപമാല ചെല്ലുന്ന അനുഭവങ്ങൾ കൊച്ചുനാളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധി അമ്മയെക്കുറിച്ചോ ജപമാലയെക്കുറിച്ച് ഒന്നും വലിയ വിശ്വാസമോ ഒന്നും ആ നാളുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാൽ 20-ാമത്തെ വയസ്സിൽ ഒരു നവീകരണ ധ്യാനം കൂടുവാനായിട്ട് ദൈവം അനുവദിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച ആ നവീകരണ ധ്യാനത്തിലൂടെ പരിശുദ്ധി അമ്മയെ ഒരുപടി കൂടി സ്നേഹിക്കുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഒക്കെ ആ നാളുകളിൽ ആരംഭിച്ചു. തുടർന്നുള്ള ജീവിത മേഖലയിൽ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടാവുകയും അത് കടുത്ത ആസ്മയായി മാറുകയും ഒരുപാട് ചികിത്സകൾ ചെയ്യുകയും ചെയ്തു. അലോപ്പതിയും ഹോമിയോയും ആയുർവേദവും ഒക്കെ ചെയ്ത് മാറി ചെയ്ത് നോക്കിയെങ്കിലും ജോലിക്കിറങ്ങുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടൽ മൂലം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വളരെയധികം അസ്വസ്ഥനായി. ആ നാളുകളിൽ തന്നെ അനുഭവിച്ചറിഞ്ഞ ഈശോയെ പ്രഘോഷിക്കണമെന്ന ആഗ്രഹമൊക്കെ ആയിട്ട് കൊച്ചു കൂട്ടായ്മകളിലൊക്കെ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുമെങ്കിലും ഞാൻ ഈ ശ്വാസം മുട്ടലൊക്കെ വന്നപ്പോൾ ചെറിയ നിരാശയൊക്കെ എന്നെ ബാധിച്ചു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ നാളുകളിൽ കുറച്ച് നാൾ പ്രാർത്ഥിക്കുവാനായിട്ട് തന്നെ മാറണമെന്നൊരു ചിന്ത ഉള്ളിൽ രൂപപ്പെട്ടതുകൊണ്ട് ഒരു നിത്യാരാധന ധ്യാന സെൻറ്ററിൽ 24 മണിക്കൂറും ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധന നടക്കുന്ന ഒരു സെൻറ്ററിൽ ചെന്ന് അനുവാദം ചോദിച്ച് 41 ദിവസം അവിടെ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അനുവദിക്കുകയും 41 ദിവസം പ്രാർത്ഥനയുമായിട്ട് ആ ധ്യാന കേന്ദ്രത്തിൽ ആയിരിക്കുവാനും ദൈവം അനുവദിച്ചു. ആ നാളുകളിൽ ഒരുപാട് ജപമാല ചൊല്ലി രാത്രിയിലൊക്കെ പരിശുദ്ധി അമ്മയുടെ ഗ്രോട്ടോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ജപമാല ചൊല്ലി ഒരുപാട് രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധി അമ്മയിൽ ജപമാലയെക്കുറിച്ചൊരു വലിയ ബോധ്യങ്ങളും പരിശുദ്ധി അമ്മയുടെ ആ സ്നേഹ അനുഭവവും ഒക്കെ ഒരുപാട് ജീവിതത്തിലേക്ക് അനുഭവപ്പെടാനായിട്ട് സ്പർശിക്കുന്ന അനുഭവം ഉണ്ടായി. ആ നാളുകളിൽ തന്നെ പരിപൂർണമായ സൗഖ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ശ്വാസമുട്ടൽ മേഖലയിൽ നിന്നൊക്കെ പരിപൂർണമായ സൗഖ്യം എനിക്ക് ആ നാളുകളിൽ തന്നെ പരിശുദ്ധി അമ്മയിലൂടെ ജപമാലയിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. തുടർന്ന് ഇന്ന് വരെയും അങ്ങനെ ഒരു ശ്വാസമുട്ടൽ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ആ നാളുകളിൽ ജീവിത അന്തസ്സിനെ കുറിച്ച് ജപമാല ചൊല്ലി ദീപികാരുടെ സന്നിധിയിലേക്ക് ആയിരുന്നു കൊണ്ട് പരിശുദ്ധി അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്ര എന്നുള്ള വചനം ഉള്ളിൽ ആഴമായിട്ട് സ്പർശിച്ചു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കുടുംബജീവിതമാണെന്ന് മനസ്സിലാക്കുവാനും അനുയോജ്യമായ ജീവിത പങ്കാളി ലഭിക്കുവാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി ജൂബി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുണ്ടായി. കുടുംബജീവിതത്തിൽ ഞാനും ജൂബിയും ഒന്നിച്ചിരുന്ന് ജപമാല കുടുംബ പ്രാർത്ഥനയിലും അതുകൂടാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്നും ഒക്കെ ഞങ്ങൾ ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ ജൂബി ഗർഭിണിയായി.
കുഞ്ഞ് ജനിക്കുവാൻ ഏതാണ്ട് 45 ദിവസം കൂടെ ഉള്ളപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ പെട്ടെന്ന് ചെറിയ പെയിൻ ഉണ്ടാവുകയും ഫ്ലൂയിഡ് നഷ്ടപ്പെടുകയും ചെയ്ത് കട്ടിൽ നനയുകയും ചെയ്തെങ്കിലും പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ ഇരുന്ന് ജപമാല ചൊല്ലി. പ്രഭാതത്തിൽ രാവിലെ ഹോസ്പിറ്റലിൽ പോകുവാൻ വേണ്ടി ഇരിക്കുന്ന ദിവസമാണ്. ഞങ്ങൾ കട്ടിലിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ ജപമാല ചൊല്ലി പൂർത്തിയാക്കിയപ്പോഴേക്കും പെയിൻ പെട്ടെന്ന് കൂടുകയും എന്നാൽ ഹോസ്പിറ്റലിൽ പോകുവാനായിട്ട് ഞങ്ങൾ വഴി അന്ന് ഞാൻ എൻ്റെ കുടുംബ തറവാട്ടിലാണ്. താഴേക്ക് അവിടുന്ന് മുകളിൽ വരെ വണ്ടി വരില്ല. ഞങ്ങൾ എൻ്റെ ബൈക്ക് ഇരിക്കുന്നത് താഴെ മറ്റൊരു വീട്ടിലാണ്. അപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ താഴേക്ക് വരുമ്പോൾ പെട്ടെന്ന് ജൂബിക്ക് പെയിൻ കൂടുകയും അവിടെ വഴി സൈഡിൽ ഇരിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഒരു 7:30 സമയമായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് ഒരു വാഹനം എടുത്തുകൊണ്ട് പെട്ടെന്ന് വരികയാണ്. ആ വ്യക്തി സാധാരണ പോകാറ് 9 മണിക്കാണ് സാധാരണ ഓഫീസിൽ പോകുക. അന്ന് പെട്ടെന്ന് അത്യാവശ്യം വന്നതുകൊണ്ട് ഈ 7:30 സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് വരികയും പെട്ടെന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി 5 മിനിറ്റിനകം എൻ്റെ മൂത്ത ആൺകുട്ടി ജെയിംസ് കുട്ടന് ഉണ്ടാവുകയും ചെയ്തു. പരിശുദ്ധി അമ്മയുടെ വലിയ ഒരു കരുതലും സംരക്ഷണവും അമ്മയുടെ വലിയ സ്നേഹവും ആ ഒരു കാര്യത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുകയായിരുന്നു. തുടർന്നുള്ള ഓരോ പ്രാവശ്യവും ഗർഭിണിയായപ്പോഴുമൊക്കെ ആ സമയത്തുമൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് വെരിക്കോസ് വെയിനും തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് മാനസികമായ സംഘർഷത്തിലൂടെയും ഒക്കെ കടന്നുപോയി. എന്നാൽ അന്നേരം എല്ലാം ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഓരോ കാര്യങ്ങളിലും ദൈവത്തിന് അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുവാനായിട്ട്. ഇനി 6 കുഞ്ഞുങ്ങൾ ഉണ്ട്. 2 പേര് ഉദരത്തിലായിരുന്ന സമയത്ത് തന്നെ ഡെത്താവുകയും അബോർഷനാവുകയും ചെയ്തു. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം ആശുപത്രിയിലായിരുന്ന സമയത്തും ഒക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലും സ്പർശനവും ഒക്കെ ജപമാലയിൽ ഞങ്ങൾ ആശ്രയിച്ച് ജപമാലയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഓരോ പ്രാവശ്യവും അവസാനത്തെ കുട്ടി തെരേസ അവളെ പ്രസവിച്ച് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് പെട്ടെന്ന് ബ്രസ്റ്റിന് വീക്കമുണ്ടാവുകയും എന്നാൽ ജപമാല ചൊല്ലി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് ഭയന്ന് പോയുവെങ്കിലും മനോഹരമായ രീതിയിൽ ഈശോ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ എല്ലാം ക്രമീകരിക്കുന്നത് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. അതുപോലെ ഓരോ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയൊക്കെ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചപ്പോൾ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിട്ട് അമ്മയിലൂടെ ദൈവം നടത്തി തരുന്നതായിട്ടൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഓരോ കുഞ്ഞിനെ സ്വീകരിച്ചപ്പോഴും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ ഉണ്ടായപ്പോഴും ഒരിക്കൽ പോലും പിന്തിരിഞ്ഞു നോക്കാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനും ദൈവം സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ ആക്കുകയാണല്ലോ എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി ഓരോ പ്രാവശ്യവും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനും എല്ലാം ഞങ്ങൾക്ക് പറ്റിയത് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെയാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതുവരെയും ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥനയിലെല്ലാം മുട്ടുമേൽ നിന്നൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലും കാര്യങ്ങളും അനുഭവിച്ചറിയാനായിട്ട് പറ്റി. പ്രത്യേകിച്ച് മൂത്ത ആൺകുട്ടി ജെയിംസ് കുട്ടന് അവനാണെങ്കിൽ പഠിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. 10ാം ക്ലാസ് SSLC ആയിരുന്ന സമയത്തൊക്കെ അവൻ പറയുമായിരുന്നു, അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന്. എങ്കിലും ഞങ്ങൾ ജപമാല ചൊല്ലിയ കുടുംബ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 85% മാർക്ക് വാങ്ങിക്കൊണ്ട് അവന് SSLC പാസ്സാകുവാനായിട്ട് സാധിച്ചത് ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതമായിട്ട്, ദൈവത്തിൻ്റെ അത്ഭുതമായ ഇടപെടലായിട്ട്, പരിശുദ്ധ അമ്മ തന്ന വലിയൊരു സമ്മാനമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കുടുംബജീവിതത്തിൽ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചു മുമ്പോട്ട് പോയപ്പോൾ ഓരോ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എല്ലാത്തിനും ഉപരിയായിട്ട്
ഒരാത്മീയ മേഖലയിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും പരിസ്വാനിയിലൊക്കെ പങ്കെടുക്കണം, ദേവാലയത്തിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹങ്ങളും ഒക്കെ, എല്ലാറ്റിനും ഉപരിയായിട്ട് നിത്യജീവനെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ ഒരു ആഗ്രഹവും ദാഹവും ഞങ്ങളുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതെല്ലാം പരിശുദ്ധി അമ്മയിൽ ആശ്രയിച്ചപ്പോൾ അമ്മയുടെ വലിയ നടത്തിപ്പും അമ്മയുടെ ഒരു സ്നേഹ അനുഭവവും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കും. വിവാഹത്തിന് ശേഷം സാമ്പത്തിക മേഖലകൾ ക്രമീകരിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ ജപമാല ചൊല്ലി ഒന്ന് ചേർന്നിരുന്നു. ഞാൻ ജീവിതം ഹാളിയും കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ മറ്റു തൊഴിലിലേക്ക് ഇറങ്ങിയെങ്കിലും സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചതിനാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രേരണ ലഭിക്കുകയുണ്ടായി. മുൻപ് ശ്വാസം മുട്ടൽ മൂലം നിർത്തിവെച്ചിരുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് തന്നെ ഇറങ്ങുവാനായിട്ട് പ്രേരണ ലഭിക്കുകയും ആ തൊഴിലിലേക്ക് തന്നെ പ്രവേശിക്കുകയും ചെയ്തു. ഏറെ താമസിയാതെ തന്നെ സ്വന്തമായിട്ട് കോൺട്രാക്ട് വർക്ക് എടുക്കുവാനും ബിൽഡിംഗ് കോൺട്രാക്ട് വർക്ക് എടുക്കുവാനായിട്ട് സാധിക്കുകയും ഓരോ വർക്കുകൾ എടുക്കുമ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് സൈറ്റിൽ കൂടെ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും വർക്ക് തരുന്ന വ്യക്തികളെ സമർപ്പിച്ച് ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് ആരംഭിച്ചപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലകൾ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നത് അനുഭവമുണ്ടായി. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ മേഖലയിൽ വീടിൻ്റെ പണിയിലേക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടും ഒന്നാം പ്രമാണ ലംഘനങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജപമാലയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഓരോ കുടുംബങ്ങളിലും വീട് പണിയോടൊപ്പം വലിയ ആത്മീയ ഉണർവുണ്ടാകുന്നതും നവീകരണ അനുഭവത്തിലേക്ക് ഓരോ കുടുംബങ്ങളൊക്കെ പ്രവേശിക്കുന്നതൊക്കെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൂടെ ആയിരുന്നപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം കടന്നു വരുന്ന തൊഴിലാളികളുടെ ജീവിതത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ കാണുവാനായിട്ടും ഒക്കെ സാധിച്ചു. അതുപോലെ തടസ്സങ്ങളൊക്കെ വരുമ്പോഴും ജപമാലയിൽ അവൻ ആശ്രയിക്കുവാനും അവരോട് പറയുവാനും ഉടമസ്ഥനോടൊക്കെ പറയുവാനും കൂടുതൽ ജപമാല ചൊല്ലി സൈറ്റിക്കൂടെ നടന്നുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തടസ്സങ്ങളൊക്കെ മാറി അവരുടെ സാമ്പത്തിക മേഖലകളൊക്കെ ക്രമീകരിക്കപ്പെടുന്നതും ഒക്കെ ഈ നാളുകളിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ സൈറ്റിലൊക്കെ അനുഭവപ്പെടുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നിച്ചേർന്നിരുന്ന് ജപമാലയിൽ ആ കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതമായ ഇടപെടൽ പരിശുദ്ധ അമ്മയിലൂടെ നടക്കുന്നതായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. ഒപ്പം വീട് പണി പൂർത്തിയാകുന്നതിനോടൊപ്പം ആ കുടുംബത്തിലേക്ക് വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതും കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതും വിദേശത്തൊക്കെ പോകുവാനായിട്ട് തടസ്സങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലൊക്കെ വിദേശത്ത് പോകുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നതായിട്ടും വീട് പണിയോടൊപ്പം അവർ പറഞ്ഞതായിട്ട് പലതും സാക്ഷ്യപ്പെടുന്നതായിട്ട് ഓർക്കുകയാണ്. ഈ മേഖലകളിലൂടെയൊക്കെ കർത്താവ് ഒരുപാട് ഈ നാളുകളിൽ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ ഇവിടെ എല്ലാം ഇടപെടുന്നതായിട്ടും തൊഴിൽ മേഖലകളിലും ഒക്കെ സാമ്പത്തികമായിട്ട് ഒക്കെ കർത്താവ് സമൃദ്ധമായിട്ട് ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കുകയായിരുന്നു. ഒരിക്കൽ പെട്ടെന്ന് വർക്കുകളെല്ലാം ഭംഗിയായിട്ട് വെക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ തൊഴിലാളികളെയെല്ലാം വെച്ചുകൊണ്ട് വർക്ക് ഭംഗിയായി പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എല്ലാം സ്റ്റോപ്പാകുകയും പുതിയ വർക്കുകൾ വരാതിരിക്കുകയും ചെയ്ത ഒരു പ്രതിസന്ധി ജീവിതത്തിലുണ്ടായപ്പോൾ കൂടുതൽ തൊഴിലാളികൾ അവർക്ക് വർക്ക് കൊടുക്കാൻ ഇല്ലാതെ വരികയും പെട്ടെന്ന് വളരെയധികം അസ്വസ്ഥപ്പെടുകയും ചെയ്ത ഒരു നാളുകളിൽ കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ടൊരു പ്രേരണ ലഭിക്കുകയും വർക്കുകളെല്ലാം നിർത്തിവെക്കേണ്ട വന്ന സാഹചര്യത്തിൽ കൂടുതൽ സമയം ദേവാലയത്തിലായിരുന്നു കൊണ്ട് കൂടുതൽ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൽ അത്ഭുതകരമായ ഇടപെടലുണ്ടാകുകയും കൂടുതൽ വർക്കുകളെല്ലാം ലഭിക്കുകയും ആ തൊഴിലാളികൾക്കെല്ലാം തൊഴിൽ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനൊക്കെ ആയിട്ട് സാധിച്ചത് ഒരു വലിയ
അനുഭവമായിട്ട് മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവ് ഭവനമണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നയിക്കുന്ന കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ കാര്യങ്ങൾ ക്രമീകരിച്ചത്, അമ്മയുടെ മധ്യസ്ഥതാൽ ഈശോ ക്രമീകരിച്ചതുപോലെ പരിശുദ്ധ അമ്മയാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കേണ്ടതെന്നുള്ളൊരു വലിയ ബോധ്യം ആ ഒരു സംഭവത്തിലൂടെ ലഭിക്കുകയുണ്ടായി. തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ഓരോ വർക്കുകൾ ലഭിക്കുമ്പോഴും ആ വർക്കിനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ആ കുടുംബത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും പ്ലാൻ വരയ്ക്കുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങൾ, അവസാനം ഹൗസ് വാമിങ് വരെയുള്ള ഓരോ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് ജപമാല ചൊല്ലിയ കുടുംബങ്ങളെയെല്ലാം, വർക്ക് നടക്കുന്ന സൈറ്റുകളെയും വ്യക്തികളെയും എല്ലാം വ്യക്തിപരമായ ജപമാലയിലും കുടുംബത്തിലെ ജപമാല, കുടുംബ പ്രാർത്ഥനയിലെ ജപമാലയിലും ഒക്കെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനോഹരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ദൈവം നടത്തുന്നതായിട്ട് അനുഭവിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മയിലേക്ക് ഒരു പടി കൂടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനും പരിശുദ്ധ അമ്മയെ ഒരു പടി കൂടി സ്നേഹിക്കുവാനും കൂടുതൽ ജപമാല ചെല്ലുവാനും ഒക്കെ കാരണമായി. നവീകരണ ധ്യാനം കൂടിയ ആ നാളുകളിൽ ഉള്ളിൽ ലഭിച്ച ഒരു ബോധ്യമായിരുന്നു, അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക, അനുഭവിച്ചറിഞ്ഞ സമാധാനം, അനുഭവിക്കുന്ന സമാധാനം മറ്റുള്ളവരും അനുഭവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്യണം, തൊഴിലിനോടൊപ്പം കുടുംബജീവിതത്തോടൊപ്പം ഒക്കെ ശുശ്രൂഷ ചെയ്ത് അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് ഈ ആഗ്രഹത്തെ സമർപ്പിച്ച് ജപമാലയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊച്ചു കൊച്ചു കൂട്ടായ്മകളിലൊക്കെ ഈശോ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. ആ നാളുകളിലൊക്കെ ജപമാല ചൊല്ലി നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു ഓരോ ശുശ്രൂഷകളിലേക്കും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ ഈശോയുടെ അത്ഭുതകരമായ ഇടപെടൽ പരിശുദ്ധ അമ്മയിലൂടെ സംഭവിക്കുന്ന, അമ്മയുടെ മധ്യസ്ഥം വഴിയായി സംഭവിക്കുന്നതൊക്കെ ഒരുപാട് മനസ്സിലാക്കുവാനും അനുഭവിച്ചറിയുവാനും ഒക്കെ ആയിട്ട് സാധിച്ചു. അങ്ങനെ ശുശ്രൂഷാ ജീവിതത്തിൽ ഈ അടുത്ത നാളുകളിൽ കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ സോണൽ സെക്രട്ടറി ആയിട്ട് പാലാരൂപതയിൽ ദൈവം നിയോഗിച്ചപ്പോൾ പെട്ടെന്ന് വളരെയധികം അസ്വസ്ഥതപ്പെട്ടു. കാരണം 6 കുഞ്ഞുങ്ങളുമായിട്ടുള്ള കുടുംബജീവിതം, കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള തിരക്ക്, അതിൻ്റെ നടുവിൽ പാലാ കരിസ്മാറ്റിക് സോണിൻ്റെ സെക്രട്ടറി ആയിട്ട് ഉത്തരവാദിത്തമേറ്റപ്പോൾ എങ്ങനെ ഇത് മുമ്പോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം അസ്വസ്ഥപ്പെട്ടു. എന്നാൽ ആ ദിവസങ്ങളിൽ തന്നെ വേളാങ്കണ്ണിക്ക് പോകുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ട് വേളാങ്കണ്ണിയിൽ പോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരുന്ന നിമിഷങ്ങളിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും എന്നുള്ളൊരു വചനം, ആ വചനം ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട്, പരിശുദ്ധ അമ്മ ആ തിരുവചനം തരുന്നതായിട്ട് ഒരു വലിയ അനുഭവം ഉണ്ടാവുകയുണ്ടായി. അതൊരു വലിയ അഭിഷേകമായിട്ട് ആ വചനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം കടന്നു വരികയും ആ ശുശ്രൂഷ ജീവിതത്തെക്കുറിച്ചുള്ള ആ ടെൻഷനും അസ്വസ്ഥതകളൊക്കെ മാറിക്കൊണ്ട് ഈ നിമിഷം വരെയും മനോഹരമായ രീതിയിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരനുഭവം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. പരിശുദ്ധ അമ്മയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ സ്വീകരിച്ച ആ വചനത്തിൻ്റെ അഭിഷേകം അമ്മ പകർന്നു തരികയായിരുന്നു മേയിലൂടെ. അങ്ങനെ ശുശ്രൂഷാ ജീവിതത്തിൽ ഓരോ നിമിഷമായിരിക്കുമ്പോഴും കൂട്ടായ്മകളിലും ഒക്കെ ആയിരിക്കുമ്പോൾ, പ്രയർ ഗ്രൂപ്പുകളിലും ഒക്കെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി ഓരോ കൂട്ടായ്മകളിലൊക്കെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഭവം ജപമാലയിൽ മറ്റുള്ളവർക്കൊക്കെ ജപമാലയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ലഭിക്കുവാനും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനൊക്കെയുള്ള പ്രചോദനം
കൂട്ടായ്മകളിലൊക്കെ ഉണ്ടാകുന്നത് നാടുകളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കരിസ്മാറ്റിക് സോണിൻ്റെ പല സോണിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് വെള്ളമരുതകച്ചിനോട് ചേർന്നുകൊണ്ട് ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജോസ് കാക്കല്ലി അച്ഛൻ്റെ നേതൃത്വത്തിൽ കൂട്ടായ്മകളിലും ഇടവക പ്രേ ഗ്രൂപ്പുകളിലും ഒക്കെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഓരോ ശുശ്രൂഷകനും ആയിരിക്കേണ്ടതെന്നുള്ള ബോധ്യം പരിശുദ്ധ അമ്മയിൽ കൂടുതൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിക്കുകയുണ്ടായി. അമ്മയിൽ ആശ്രയിച്ച് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ സഹനങ്ങളും നൊമ്പരങ്ങളും തിരസ്കരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാം അതെല്ലാം ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ ആനന്ദം അനുഭവിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്.